നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് പാലക്കാട് ജില്ല. പാലക്കാട് ജില്ല രൂപീകരിച്ചത് 1957 ജനുവരി 1. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല പാലക്കാട് 2023. കേരളത്തിലെ ഏറ്റവും ചൂടേറിയ ജില്ല പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട്. കേരളത്തിൻ്റെ ധാന്യപ്പുര പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ല പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല പാലക്കാട്. പാലക്കാടിൻ്റെ പഴയ പേര് പൊറൈനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. കേരളത്തിൻ്റെ പ്രവേശനം എന്നറിയപ്പെടുന്ന ചുരം പാലക്കാട് ചുരം. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും. പാലക്കാട് ചുരവുമായി ബന്ധിപ്പിക്കുന്ന NH 47 അഥവാ NH 544. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതി ജനസംഖ്യയുള്ള ജില്ല പാലക്കാട്. കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്നത് പാലക്കാട്. കേരളത്തിൻ്റെ പഞ്ചസാര പാത്രം പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ സാക്ഷരതാ നിരക്ക് പാലക്കാട്. കേരളത്തിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് പടവയൽ. പാലക്കാട് ഗ്രാമങ്ങളുടെ പരമ്പരാഗത ഉത്സവരൂപം കളപ്പൂട്ട്. കൽപ്പാത്തി സമരം നടന്ന വർഷം 1926. കൽപ്പാത്തി സമര നേതാക്കൾ ആനന്ദക്ഷേണായി എന്ന ആനന്ദതീർത്ഥൻ, വെങ്കിടാചലം എന്ന വേദബന്ധു. മലബാറിലെ ഏറ്റവും പഴയ ശിവക്ഷേത്രം കൽപ്പാത്തി വിശ്വനാഥൻ സ്വാമി ക്ഷേത്രം. കൽപ്പാത്തി വിശ്വനാഥൻ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഉത്സവം കൽപ്പാത്തി രഥോത്സവം. കൽപ്പാത്തി വിശ്വനാഥൻ സ്വാമി ക്ഷേത്രം പണി കഴിപ്പിച്ചത് H കൊമ്പി അച്ഛൻ. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലം കിള്ളിക്കുറിശി മംഗലം. കുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കിള്ളിക്കുറിശി മംഗലം. കുഞ്ചൻ ദിവസം മെയ് 5. കേരളത്തിലെ ആദ്യത്തെ മയിൽ സങ്കേതം ചൂളക്കലൂർ സങ്കേതം. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം സൈലന്റ് വാലി ദേശീയോദ്യാനം. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണ്ണാർക്കാട്. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1984. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് നീലഗിരി കുന്നുകൾ. നിശബ്ദ താഴ്വര പ്രദേശം പ്രാദേശികമായി അറിയപ്പെടുന്നത് സൈരന്ധ്രി വനം. നിശബ്ദ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. കേരളത്തിലെ ഏറ്റവും മലിനമായ നദി കുന്തിപ്പുഴ. നിശബ്ദ താഴ്വരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ലയൺ ടെയിൽഡ് മക്കാക്ക് അഥവാ സിംഹവാലൻ കുരങ്ങ്. മയിലാടും പാറ സാനിച്വറി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്. സംബാങ്കിക്കുളം വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1973. തമിഴ്നാട് സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം കണ്ണിമരം പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പറമ്പിക്കുളം ടൈഗർ റിസർവ് ആയി പ്രഖ്യാപിച്ച വർഷം 2010. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് കളക്ട്രേറ്റ് പാലക്കാട് കളക്ട്രേറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത താലൂക്ക് ഓഫീസ് പാലക്കാട് കളക്ട്രേറ്റ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷൻ ഷൊർണൂർ. കേരളത്തിലെ റെയിൽവേ നഗരം ഷൊർണൂർ. കേരളത്തിൽ റെയിൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോട്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ ആസ്ഥാനം ഒലവങ്കോട്.
പാലക്കാടിൻ്റെ പരമ്പരാഗത കലാരൂപം കണിയാർകളി. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോട്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോട്. ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് അകത്തേത്തറ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച പഞ്ചായത്ത് കണ്ണാടി. കേരളത്തിലെ ആദ്യത്തെ ഡിഫൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഒറ്റപ്പാലം. ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത സർക്കാർ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് മണ്ണാർക്കാട് താലൂക്ക് ഓഫീസ്. പാലക്കാടിലെ പ്രധാന നദികൾ ഭാരതപ്പുഴ, ഭവാനി, ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, കുന്തിപ്പുഴ, കരിമ്പുഴ, തൂതപ്പുഴ, ശിരുവാണിപ്പുഴ. ഭവാനി നദി ഉത്ഭവിക്കുന്നത് ശിരുവാണിയിൽ നിന്ന്. പാലക്കാടിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ ധോണി, പാത്രക്കടവ്, മീൻവള്ളം. മീൻവള്ളം നദിക്ക് കുറുകെ നിർമ്മിച്ചതാണ്. തൂതപ്പുഴ കേരളത്തിലെ ഒരു തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതും പ്രവർത്തിക്കുന്നതുമായ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മീൻവള്ളം. പാലക്കാടിലെ പ്രധാന അണക്കെട്ടുകൾ പോത്തുണ്ടി ഡാം, ശിരുവാണി അണക്കെട്ട്, മലമ്പുഴ അണക്കെട്ട്, വാളയാർ അണക്കെട്ട്, മീങ്കര ഡാം, മംഗലം ഡാം, കാഞ്ഞിരപ്പുഴ ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി മലമ്പുഴ അണക്കെട്ട്. യക്ഷിയുടെ കോൺക്രീറ്റ് ശില്പം സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴ ഗാർഡനിൽ. വാസ്തുവിദ്യ തയ്യാറാക്കിയത് കാനായി കുഞ്ഞിരാമൻ. കോയമ്പത്തൂരിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനായി നിർമ്മിച്ച അണക്കെട്ട് ശിരുവാണി അണക്കെട്ട്. പാലക്കാട് സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത ജൈനമത കേന്ദ്രം ജൈനിമേട്. മഹാകവി കുമാരനാശാൻ തൻ്റെ സ്മാരക കാവ്യമായ വീണപൂവെ എഴുതിയത് ജൈനിമേടിൽ വച്ച്. മലബാറിലെ ആദ്യത്തെ സർക്കാർ കോളേജ് വിക്ടോറിയ കോളേജ്. മലബാർ സിമൻസ് സ്ഥിതി ചെയ്യുന്നത് വാളയാർ. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഏത് സംഗീതവുമായി ബന്ധപ്പെട്ട ആളാണ്? കർണാടക. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ജന്മസ്ഥലം കോട്ടായി. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടായി. പാലക്കാട് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പട്ടാമ്പി. പാലക്കാട് കോട്ട 1766 നിർമ്മിച്ചത് ഹൈദർ അലി. പാലക്കാട് കോട്ട അറിയപ്പെടുന്നത് ടിപ്പുവിൻ്റെ കോട്ട. കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മേനോൻ പാറ. പ്ലാച്ചിമടയിലെ കൊക്കക്കോള വിരുദ്ധ സമര സമിതിയുടെ സ്ഥാപക മൈലമ്മ. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് പെരുമാട്ടി. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന ഏക നദി ശിരുവാണി. കേരളത്തിലെ ഏക ആദിവാസി വികസന യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് അട്ടപ്പാടി. സർക്കാർ ആട് ഫാം സ്ഥിതി ചെയ്യുന്നത് അട്ടപ്പാടി. കേരളത്തിലെ മാമ്പഴ നഗരം മുതലമട. കേരളത്തിൻ്റെ വൃന്ദാവനം മലമ്പുഴ ഗാർഡൻ. കേരളത്തിൻ്റെ നാഗ്പൂർ നെല്ലിയാമ്പതി. പാവപ്പെട്ടവൻ്റെ ഊട്ടി നെല്ലിയാമ്പതി. നെല്ലിയാമ്പതി മലനിരകൾ അറിയപ്പെടുന്നത് രാജ്ഞിയുടെ കുന്നുകൾ. കേരളത്തിലെ ഒരേ ഒരു സ്ഥലം കറുത്ത മണ്ണ് പ്രസിദ്ധമാണ്. ഏതാണത്? ചിറ്റൂർ. ഒന്നാം അഖില കേരള കോൺഗ്രസ് ഉച്ചകോടി നടക്കുന്നത് ഒറ്റപ്പാലം. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല പാലക്കാട്. സംഘകാലത്ത് പൊറൈനാട് എന്നറിയപ്പെടുന്നത് പാലക്കാട്. മുൻപ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിരുന്നത് പാലക്കാട്. പാലക്കാടിന് ഏറ്റവും വലിയ ജില്ല എന്ന പദവി ലഭിച്ച വർഷം 2006. കേരളത്തിൽ ചുണ്ണാമ്പ് കല്ല് നിക്ഷേപം ധാരാളം ഉള്ള ജില്ല പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. പാവങ്ങളുടെ ഊട്ടി പാലക്കാട്. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ. കേരളത്തിലെ ആദ്യ
അബൂക്ക ഗാർഡൻ സ്ഥാപിതമായത് മലമ്പുഴ. മലമ്പുഴ റോക്ക് ഗാർഡൻ ശില്പി നക്ക് ചന്തു. കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം പാലക്കാട് ചുരം. തുഞ്ചത്തെഴുത്തച്ഛൻ അവസാന കാലം കഴിച്ചുകൂട്ടിയ ഗുരുമഠം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ശോകനാശിനി പുഴയുടെ തീരത്ത്. MD വാസുദേവൻ നായരുടെ ജന്മസ്ഥലം കൂടല്ലൂർ. കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത് കലക്കത്ത് ഭവനം, കിള്ളിക്കുറിശി, മംഗലം. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കിള്ളിക്കുറിശി മംഗലം ഭാരതപ്പുഴയുടെ തീരത്ത്. കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ലക്കിടി, പേരൂർ. പാലക്കാടൻ ഗ്രാമങ്ങളുടെ തനത് ആഘോഷം കാളപ്പൂട്ട്. പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ നദി ഭാരതപ്പുഴ. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ശിരുവാണി. കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്തുന്ന കേരളത്തിലെ അണക്കെട്ട് ശിരുവാണി. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ മിനി ജലവൈദ്യുത പദ്ധതി മീൻവല്ലം പദ്ധതി തൂതപ്പുഴ. കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന ഡാം പറമ്പിക്കുളം ഡാം. കേരളത്തിലെ ഏക മയിൽ വളർത്തൽ കേന്ദ്രം ചൂലന്നൂർ. നിലവിൽ വന്ന വർഷം 2007. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് കണ്ണാടി. മയിലാടും പാറ സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ മഴനിഴൽക്കാട് സൈലന്റ് വാലി. സൈലന്റ് വാലിയുടെ പ്രത്യേകത തിരിച്ചറിഞ്ഞ വിദേശികൾ, ബ്രിട്ടീഷുകാർ. കേരളത്തിൽ സിംഹവാലൻ കുരങ്ങുകൾ പ്രസിദ്ധമായ സ്ഥലം സൈലന്റ് വാലി. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടാൻ കാരണം വെടിപ്രാവുകളുടെ സാന്നിധ്യം. സൈലന്റ് വാലിയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം 1984 പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. വർഷം 1985. പുരാണങ്ങൾ സൈന്ദ്രി വനം എന്ന് അറിയപ്പെട്ടിരുന്നത് സൈലന്റ് വാലി. സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട്. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയിൽ പാലക്കാട് ജില്ലയിലെ മാനന്നൂരിനെയും തൃശ്ശൂർ ജില്ലയിലെ പൈങ്കുളത്തെയും ബന്ധിപ്പിക്കുന്നു. കൊക്കക്കോള വിരുദ്ധ സമരത്തിലൂടെ ലോക ശ്രദ്ധ നേടിയ പഞ്ചായത്ത് പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത്. സ്ഥലം പ്ലാച്ചിമട. കൊക്കക്കോള സമര നായിക മൈലമ്മ. കേരളത്തിലെ പ്രധാന നാടൻ കലയായ മീനാക്ഷി കല്യാണം അവതരിപ്പിക്കുന്ന ജില്ല പാലക്കാട്. തുകൽ ഉപയോഗിച്ചുള്ള വാദ്യോപകരണങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം ഒറ്റപ്പാലം. പാലക്കാട് കോട്ട പണി കഴിപ്പിച്ചത് ഹൈദർ അലി. കേരളം ആക്രമിക്കാൻ ഹൈദർ അലിയെ ക്ഷണിച്ച ഭരണാധികാരി പാലക്കാട് കോമ്യാച്ചൻ. പാലക്കാട് ജില്ലയിൽ ഒലവാങ്കോട് സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത ജൈന തീർത്ഥാടന കേന്ദ്രം ജൈനമേട്. കുമാരനാശാൻ വീണപൂവ് രചിച്ച സ്ഥലം ഒറ്റപ്പാലം, ലക്കിടി. ഇന്ത്യയിൽ വിഷ്ണുവിൻ്റെ സുദർശന ചക്രത്തെ ആരാധിക്കുന്ന ഏക ക്ഷേത്രം അഞ്ചുമൂർത്തി ക്ഷേത്രം. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്ത മണ്ണ് കൂടുതലായി കാണപ്പെടുന്ന സ്ഥലം ചിറ്റൂർ. കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം പറമ്പിക്കുളം. ആസ്ഥാനം തൂണക്കടവ്. ഏറ്റവും കൂടുതൽ കാട്ടുപോത്ത് കാണപ്പെടുന്ന വന്യജീവി സങ്കേതം പറമ്പിക്കുളം. ഇന്ത്യയിലെ എത്രാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം? 38ാമത്തെ. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം പറമ്പിക്കുളം. തമിഴ്നാട്ടിലെ പൊള്ളാച്ചി വഴിയാണ് പ്രവേശനം. ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം നെല്ലിയാമ്പതി. പാലക്കാട് നൽകുന്നവരുടെ രാജ്ഞി നെല്ലിയാമ്പതി. കേശവൻ പാറ സ്ഥിതി ചെയ്യുന്നത് നെല്ലിയാമ്പതി. ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർവൽകൃത താലൂക്ക് ഒറ്റപ്പാലം. ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല പാലക്കാട്.
കേരളത്തിലെ ആദ്യ ലേബർ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് അകത്തേത്തറ. കേരളത്തിലെ ആദ്യ IIT സ്ഥാപിതമായത് പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടിപ്പാടം സ്ഥാപിച്ചത് കഞ്ചിക്കോട്. ഇന്ത്യയിലെ ആദ്യ ഡിഫൻസ് പാർക്ക് സ്ഥാപിതമായത് ഒറ്റപ്പാലം. പാലക്കാട് മണി അയ്യർ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൃദംഗം. സീതാർകുണ്ട് വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്. പഴയകാലത്ത് 4 ദേശം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ചിറ്റൂർ. വിവാദമായ പാത്രക്കടവ് പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ജില്ല പാലക്കാട്. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആസ്ഥാനം ഒലവങ്കോട്. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ആസ്ഥാനം കഞ്ചിക്കോട്. മലബാർ സിമന്റ് ആസ്ഥാനം വാളയാർ. ഗവൺമെൻറ് ഗോഡ് ഫാം ആസ്ഥാനം അട്ടപ്പാടി. ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ഥാനം കഞ്ചിക്കോട്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.